നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു കക്കാറച്ചി റോസ്റ്റാണ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടമായ കൂട്ടുകാർ തീർച്ചയായും ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. കക്കാറച്ചി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 200 ഗ്രാം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 2 to 3 സവാള, ഒരു ഉണ്ട വെളുത്തുള്ളി, ഇഞ്ചി, ഒരു മുഴുവൻ തേങ്ങ, ഒരു 4 to 5 തണ്ട് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കിലോ കക്കാറച്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ഗ്ലാസ് വെള്ളം, ഒരു ചെറിയ പീസ് കുടംപുളി, ഇത്രയും ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഇനി നമുക്ക് തുറന്ന് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായി പറ്റി കിട്ടും. അപ്പോൾ കക്കാറച്ചിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ ചിരകിയത്, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 7 to 8 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇത്രയും നമുക്ക് ഒരു ചീനിച്ചട്ടിക്കകത്ത് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കുന്നതിന് ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും മറ്റ് സാധനങ്ങളും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലും ഇട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. തേങ്ങ വറുത്തെടുത്തത് നല്ലോണം തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോ അരകിലോ നല്ലപോലെ അരച്ചെടുക്കാവുന്നതാണ്. ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കരുത്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് പച്ചമുളകും സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി മൂടി വെച്ച് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാള ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും. ഇനി ഇതിൻ്റെ അകത്തേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി തേങ്ങയുടെ തേങ്ങാക്കൊത്ത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഉള്ളി, സവാള എന്നിവയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കായിറച്ചി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കക്കാറച്ചി വേവിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഒരു കഷ്ണം കുടംപുളി ചേർത്ത് കൊടുത്തിരുന്നു. അത് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. കക്കാറച്ചി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3 to 4 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് വറുത്ത് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. വറുത്തരച്ച തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 to 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു 3 to 4 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു 6 to 8 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ സ്വയംഭൻ കക്കാറച്ചി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായ കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.